ഇപ്പൊ ആളുകൾ ഡിപ്രഷൻ ആളുകൾ ഭയങ്കര കൗതുകത്തോടെ വളരെ കാഷ്വൽ ആയിട്ടാ പറയണത് എനിക്ക് ഡിപ്രഷൻ ആണ്. ചെറിയ കുട്ടികൾ കേട്ടോ. സാഡ്നെസ് ഇസ് നോട്ട് ഡിപ്രഷൻ. സാഡ്നെസ് ഡിപ്രഷൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പേര് പറയും. വിഷമുണ്ടെങ്കിലും പറയും എനിക്കിപ്പോ ഡിപ്രഷൻ, ഞാൻ ഡിപ്രഷൻ അടിച്ചു എന്ന് പറയും. അതല്ല, ഡിപ്രഷൻ എൻ്റെ ഡിഫറെന്റ് ഒരു ഫേസ് ആണത്. ചിലപ്പോൾ ഒരു നല്ല സക്സസ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ആളുകൾക്ക് എന്തിനാ ഇപ്പൊ ഡിപ്രഷൻ വരണേന്നായിരിക്കും ചോദിക്കുക. ആളുകൾ ഇപ്പോഴും അത് ചോദിക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ പുറത്തുനിന്ന് എന്നെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ എന്താ ഈ കുട്ടിക്ക് കുഴപ്പം, കുറവ്, അങ്ങനെയൊന്നും പ്രശ്നമില്ലല്ലോ എന്ന് തോന്നുന്നു. ഹെൽത്ത് വൈസ് ആണെങ്കിലും വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഒരാഴ്ചക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മൂഡ് സ്വിങ്സ് തുടങ്ങും. മൂഡ് സ്വിങ്സ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതൊരു നമ്മളൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. നമ്മള് വേർത്തല്ല ഈ ലൈഫ്, നമ്മൾ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഇതാണ് ലൈഫാണ്, എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ആ ഒരു സ്റ്റേജിലേക്ക് എത്തും മരുന്ന് നിർത്തി കഴിഞ്ഞാൽ. അപ്പൊ കണ്ടിന്യൂസ് ഡയബറ്റീസിനൊക്കെ മരുന്ന് ആൾക്കാർ കണ്ടിന്യൂസ് കഴിക്കുന്നില്ലേ, അതുപോലെ എനിക്കും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം ഈ മരുന്ന്. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാണ്. ഈ മൂഡ് സ്വിങ്സ് ഒക്കെ എപ്പോഴും നമ്മുടെ ഫാമിലി ലൈഫിലാണെങ്കിൽ കാണുന്നത് ചിലപ്പോൾ മിഥുൻ ചേട്ടനും അവർക്ക് പറയാം, അവർക്ക് അറിയുന്നോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ എനിക്കങ്ങനെ മൂഡ് സ്വിങ്സ് വരാറില്ല, കാരണം ഞാൻ മരുന്ന് ഫുള്ളി അണ്ടർ കൺട്രോളിലാണ്. പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് സ്വിങ്സും കൺട്രോളിലാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വരാറില്ല. ഇത് തുടങ്ങിയ സമയത്ത് ഇവർക്ക് മനസ്സിലായിരുന്നില്ല ഇത് എന്താ സംഭവം എന്ന്. അപ്പൊ നമ്മള് പേടിച്ചു, ഇവര് നല്ലോണം പേടിച്ചു. ഇവരെന്താ ഇങ്ങനെ ഭയങ്കര ടാൻഡ്രംസും ടെമ്പർ ബേസ്റ്റും അങ്ങനെയൊക്കെ വന്നപ്പോ എന്താന്ന് മനസ്സിലാവാണ്ട് അങ്ങനെ നമ്മള് ഡോക്ടറെ പോയി കണ്ടതൊക്കെ. മിഥുൻ ചേട്ടന് ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട്. എന്റെ അമ്മ തൻവി അടക്കം ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവര്. ഈ അമ്മ ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ബിക്കോസ് അമ്മ അത്രയും ഭയങ്കര ഇഷ്ടം. ഇപ്പൊ പെൺകുട്ടികൾക്ക് അമ്മ. എന്റെ അമ്മ സിംഗിൾ പാരന്റ് ആണ്, ഡിവോഴ്സ് ആണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. നമ്മളെല്ലാം തുറന്നു പറയുന്നത് നമ്മുടെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ. അങ്ങനെയാണ് അമ്മയോട് ഭയങ്കര കണക്ഷൻ ആണ്. ഇപ്പൊ നമ്മളൊരു സെറ്റിൽഡ്, ഇപ്പൊ സിംഗിൾ പാരന്റ് ആണ്, അപ്പൊ നമ്മൾ ഒരുപാട് സ്ട്രഗിളിൽ വളർത്തിക്കൊണ്ടുവന്ന അമ്മ. അപ്പൊ നമുക്കത് അറിയുന്നോണ്ട് തന്നെ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ഒക്കെ ആയുമ്പോൾ അമ്മക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം തോന്നല്ലോ. അങ്ങനെ ലക്ഷ്മി ചേച്ചി അമ്മക്ക് വേണ്ടി ചെയ്തൊരു കാര്യം എന്താ? ഞാൻ അമ്മ എവിടെയും ട്രാവൽ ചെയ്യില്ല. അമ്മക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകാനൊന്നും ഇഷ്ടമല്ല. ആകെ അമ്മ പോണത് ഭജന ഇരിക്കാൻ അമ്പലത്തിൽ ഗുരുവായൂർ, അതിന് മാത്രമേ അമ്മ പോവുള്ളൂ. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് നമ്മൾ ജയ്പൂർ കൊണ്ടുപോയി, ഒറീസ കൊണ്ടുപോയി, അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ലക്നൗ, ആഗ്ര അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. അപ്പൊ പുറമേക്ക് പോകാൻ പോലും ഇഷ്ടമല്ല. പാസ്പോർട്ട് ഉണ്ട്, എന്നാലും ഫോറിൻ കൺട്രീസിൽ പോകാനൊന്നും, അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, എന്നാലും പോകാൻ ഇഷ്ടമല്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ തന്വി അമ്മയും കൂടി നമ്മൾ 3 ജനറേഷൻ എന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഓരോ യാത്രയൊക്കെ പോകും. എല്ലാ കൊല്ലവും പോകും. ഈ കൊല്ലം പോയിട്ടില്ല, കഴിഞ്ഞ കൊല്ലം വരെ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അങ്ങനെ നിർബന്ധിച്ച എല്ലാ സ്ഥലത്തും ഞാൻ കൊണ്ടുപോകും. എനിക്ക് അമ്മക്ക് ഭയങ്കര അഭിമാനമായിരിക്കില്ലേ, കാരണം ഇപ്പൊ സിംഗിൾ പാരന്റ് വളർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? അമ്മ പറയാറുണ്ട്. അമ്മ പറയും നമ്മുടെ ധനം നമ്മുടെ മക്കളാണെന്ന് എപ്പോഴും പറയാം അമ്മ. അത് പറയാറുണ്ട്. ഈ പെൺകുട്ടിയിലാണെങ്കിൽ ഒരു ആൺകുട്ടി പോലെയാ, മോനേന്നൊക്കെ ആയിരിക്കും വിളിക്കില്ലേ? ഇല്ല, അങ്ങനെ എന്റെ മോനെയൊന്നും വിളിക്കാറില്ല, മോളെ തന്നെ വിളിക്കാറുള്ളൂ. അങ്ങനെ ചിഞ്ചു എന്നാണ് വീട്ടില് വിളിക്കുക, അത് ചിഞ്ചു തന്നെ വിളിക്കുക. ഓക്കെ. ഇപ്പൊ അമ്മക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം? ഇപ്പൊ പൊതുവെ ഈ മീഡിയ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും നമുക്ക് ഈ ഫീൽഡാണ് ഇഷ്ടം എന്ന രീതിയിൽ നമ്മളായിട്ട് ട്രൈ ചെയ്യില്ലല്ലേ? അപ്പൊ അമ്മ പ്ലാൻ ചെയ്ത് അതുപോലെ തന്നെയാണോ പോയത്? ഇല്ല, ഒരിക്കലും അല്ല. ഇല്ലല്ല, അമ്മ ഒന്നാമത്തെ കാര്യത്തിൽ എന്നോട് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്ത് പോകണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, എയറോസ്റ്റസ് ആവണം, ഇങ്ങനെയൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. അപ്പം ഇതൊന്നും അല്ലാണ്ട് വേറൊരു ഫീൽഡിലാണ് ചെന്ന് പെട്ടത്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് സേ ഒന്നുമില്ല, എന്റെ ഇഷ്ടം എന്താണോ അതുപോലെ, അത്രേ ഉള്ളൂ. നമ്മള് ഭയങ്കര കോമഡി കോണ്ടന്റ് ആണ്, അല്ലെങ്കിൽ ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് ഇൻസ്റ്റ ഇടാം. നമ്മള് വിചാരിക്കും വളരെ ഫൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പൊ പുറത്ത് പോകുന്ന സമയത്ത് ഇതേ രീതിയിൽ ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യും, തമാശ പറയൂ. അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട് ആൾക്കാരുണ്ട്, കാരണം മിണ്ടില്ല അധികം ചോദിക്കും. പിന്നെ ഞാൻ പറയാം ഇല്ല, ആവശ്യം വരുമ്പോഴല്ലേ മിണ്ടണ്ടോ, എല്ലാവരും എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് ഒക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ വരികയാണെങ്കിൽ ഞാൻ പതുക്കെ ഇതിക്കൂടെ എസ്കേപ്പ് ആവാൻ നോക്കുകയുള്ളൂ. കാരണം കലിയും വർത്താനം കുറെ നേരം പറയണ്ടേ, അപ്പൊ എനിക്ക് ടെൻഷനാണ്. അങ്ങനെയൊക്കെ ചെറിയ കുഴപ്പമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള ലക്ഷ്മി ചേച്ചി പലരും പറയുമ്പോൾ ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ. ഈ കോണ്ടന്റ് ചെയ്യുന്നപ്പം മിഥുൻ ചേട്ടൻ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാം ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്, അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് ഈ കോണ്ടന്റ് ഒക്കെ കൊറേ ക്രിയേറ്റഡ് ആണ്. കൊറേ അധികം നമ്മുടെ ലൈഫിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ റീഷൂട്ട് ചെയ്യും. ഇന്നാളിപ്പോ എടുത്ത കെട്ടിലിന്റെ സംഭവമൊക്കെ നമ്മളെ വീട്ടിൽ നടന്ന ശരിക്കും എനിക്ക് വയറ് കിട്ടിയില്ല. അപ്പൊ ആ സംഭവം തന്നെയാണ് എടുത്തിട്ട്
നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ചേട്ടൻ. അപ്പൊ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി ഫാമിലി മുഴുവൻ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് രസമായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് നിങ്ങൾക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളാണ് നമുക്ക് വീഡിയോസ് കാണുമ്പോൾ തോന്നുന്നത്. അതെങ്ങനെയാണ് നിങ്ങൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റിംഗ് ആയിട്ട് വരിക? അത് നമ്മള് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളിപ്പോ ഒരു ഡേറ്റ് നൈറ്റൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും, നമുക്ക് അടുത്ത കോണ്ടന്റ് ഇങ്ങനെ ചെയ്താലോ, ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കേണ്ട സമയത്ത് അത് സ്പാർക്ക് അടിച്ച് അങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ചിലപ്പോ ഒന്നും വേണ്ട, കാലത്ത് എനിക്ക് വന്നിട്ട് നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറയും നമുക്ക് ഈ വീഡിയോ ഇതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ പറയും, അങ്ങനെ തന്നെ അപ്പൊ തന്നെ ചെയ്യണതാണ്. ഒരു 5 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. പക്ഷെ ചിലതൊക്കെ നല്ല ഹീറ്റായിട്ട് പോവാറുണ്ട്. എനിക്കൊന്നും മിഥുൻ ചേട്ടൻ വീട്ടിലുണ്ടാവുന്ന സമയം ഭയങ്കര വളരെ കുറവാണ്. അതിലും നമ്മൾ എഫേർട്ട് ഇട്ടല്ലേ ഉള്ള സമയത്ത് ഒരു 4-5 വീഡിയോ എടുത്ത് വെപ്പിക്കും. അപ്പൊ പിന്നെ ഓരോന്ന് പറഞ്ഞിട്ട് ഇടാലോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. എല്ലാ 5 വീഡിയോയെങ്കിലും മിനിമം എടുത്ത് വെപ്പിക്കും ഉള്ള സമയത്ത്. ഓക്കെ, അതിന് മുമ്പേ കോണ്ടന്റ് ഒക്കെ റെഡിയാക്കി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് വെക്കും. അത് ഭയങ്കര അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് വന്ന് ചിലപ്പോ ഇന്ന് രാത്രി തന്നെ വേറെ എവിടെയെങ്കിലും പോകും. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് തിരിച്ച് ദുബായ് എത്തുമ്പോ പുള്ളി ബഹ്റിനിലേക്ക് പോവാണ് ഓൾറെഡി. ഞങ്ങള് കാണില്ല, പിന്നെ 2 ദിവസം കഴിഞ്ഞേ കാണുള്ളൂ. അങ്ങനെയാണ് പുള്ളി എപ്പോഴും ട്രാവലാ. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്, പക്ഷെ അൺപാക്കിങ്ങും പാക്കിങ്ങും വലിയ ഇഷ്ടമല്ല. അത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ആരെങ്കിലും ചെയ്തെന്നാ സന്തോഷം, പക്ഷെ ഞാൻ തന്നെ ചെയ്യണമല്ലോ. എല്ലാവരും ഞാൻ തന്നെ ചെയ്യാറ്, അതിനെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ദുബായിന്ന് വരുമ്പോ നമ്മൾ ആദ്യം ചോദിക്കും എന്തൊക്കെ കൊണ്ടുവന്നു. മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക്, പിന്നെ കുറെ മരുന്നുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് നടുവേദനയ്ക്കൊക്കെയുള്ള മരുന്ന് അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, മെയിൻ ആയിട്ട് ദുബായിന്ന് വന്ന ആൾക്കാർ വരാൻ ചോദിക്കുന്നത് എന്താ വാങ്ങിക്കൊണ്ട് വരാൻ ഇപ്പോഴും അന്നും ഇന്നും. എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല കേട്ടോ. എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാ ഇന്നത് കൊണ്ടുവരുമെന്ന് പറയാറില്ല. ഇങ്ങനെ ബോഡി ലോഷൻസ്, പെർഫ്യൂംസ് അതൊക്കെ മാത്രമേ ചോദിക്കാറുള്ളൂ. വേറെ ഒന്നും അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടൊന്നും അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ചോദിക്കാറില്ല. ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞ ആരോട് ചോദിക്കാറില്ല. ഒരു ഇന്റർവ്യൂ വെച്ചപ്പോ ഞാൻ പറഞ്ഞു ടൈഗർ ബാം എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ ചോദിച്ചു. ഇതൊക്കെ നാട്ടിൽ സാധന, എന്നാലും ദുബായിന്ന് കൊണ്ടുവരുന്ന പ്രത്യേകതയാണെന്നാണ് ആൾക്കാർ വിചാരം. നല്ല ക്വാളിറ്റി ആണെന്നാണ് അങ്ങനെ ചോദിക്കുന്നതാണ്. ഓക്കെ, ഞാനൊരു സെഗ്മെന്റിൽ പോവാ. ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കാം. എനിക്ക് അതിന്റെ ഒരു ഫോട്ടോ സ്റ്റോറി ഒരു ബോണ്ട് ഒന്ന് പറഞ്ഞാ മതി. ദൈവമേ, പേടിക്കണ്ട. പേടിയാണ് ചോദ്യം. എനിക്കെല്ലാം പേടിയാണ് ശരിക്കും. ഞാൻ ഭയങ്കര ആങ്സൈറ്റി ഉള്ള കൂട്ടത്തിലാണ്. ഭയങ്കര പേടിയാണ്. ഓക്കെ, ഇത് ലക്ഷ്മിക്ക് അറിയുന്ന ഒരാളായിട്ടുള്ള ഫോട്ടോ, വളരെ അടുത്ത. ഇത് ഞങ്ങളുടെ പഴയ വീട് മുഹേസ്ന എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 8 വർഷം അവിടെയായിരുന്നു താമസിച്ചത് ഗിസൈസില്. അപ്പൊ അതിന്റെ ഒരു ടെറസ് ഉണ്ട്. ആ ടെറസിൽ ഞങ്ങൾ വാളിൽ സെറ്റപ്പ് ചെയ്ത സംബന്ധിച്ചിട്ട് കോവിഡ് സമയത്ത് എടുത്ത ഫോട്ടോ ആണത്. അപ്പൊ ഞങ്ങൾ തന്നെ ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ വേറെ ഒന്നും ചെയ്യല്ല വീട്ടിൽ. പുറത്തുനിന്ന് ഒരാൾ വേണ്ട, എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യും. ഞങ്ങൾ ബാലേന്ദ്രമേനാണ്, എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പം മുൻചേട്ടന്റെ കാലത്ത് മുൻചേട്ടൻ അല്ലെങ്കിൽ ഞാനാണ് കുക്ക് ചെയ്യുക. അപ്പൊ കോവിഡ് സമയത്ത് എന്താണെന്ന് വെച്ചാൽ മുൻചേട്ടൻ കുക്ക് ചെയ്യണം. അപ്പൊ മുൻചേട്ടൻ വീട്ടിലാകെ 2 മാസം വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പൊ കാലത്തിന്റെ ചിക്കൻ മഞ്ചൂരിയൻ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. പിന്നെ കുറെ മാജിക് ട്രിക്ക് പഠിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്തതിന്റെ സമയം ഇഷ്ടം പോലെ കിടക്കുക. അപ്പൊ നമ്മൾ എഴുതുന്ന ഫോട്ടോ എടുത്ത് കളിക്കാന്ന്, അങ്ങനെ എടുത്ത ഫോട്ടോ ആണത്. അടിപൊളി. വിജയേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? വിജയേട്ടൻ മാഗി നൂഡിൽസ് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും. മാഗി നൂഡിൽസ് വെച്ചാൽ ചിക്കൻ ഒക്കെ ഇട്ട് ഒരു മസാല ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരും. ഭയങ്കര ടേസ്റ്റാ, അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണി, ഒരു സാൻസിബാർ ബിരിയാണി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കും. വൈൽഡ് റൈസ്, ബ്ലാക്ക് റൈസ് വെച്ചിട്ട് അതും ഇഷ്ടമാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. പിന്നെ എന്റെ മാന്തൽ വറുത്തത് ഇഷ്ടമാണ്. മാന്തൽ അത് കുഞ്ഞു മാന്തൽ കേട്ടാ, വലിയ മാന്തലല്ല, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒറ്റ കടിക്ക് തിന്നാൻ പറ്റും. അങ്ങനത്തെ മാന്തൽ അതൊക്കെ ഇഷ്ടമാണ്. ഫുഡ് ഭയങ്കര ഞങ്ങളുടെ വീട്ടിലത്തെ ഘടകം, മെയിൻ ഘടകമാണ് ഫുഡ്. കല്യാണത്തിന് മുമ്പ് ഈ ഭക്ഷണം ഞാനായിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ ഒട്ടും ഫുഡ് ചെയ്യായിരുന്നില്ല. ഞാൻ കിട്ടിയത് എന്തെങ്കിലും കഴിച്ച് ജീവിച്ചു പോകുന്ന ആ ഒരു ടൈപ്പായിരുന്നു. മുൻചന്റെ കൂടെ കൂടിയിട്ടാണ് എല്ലാ ക്യൂസീൻസും പോയി ട്രൈ ചെയ്യാനും, ഇവിടെ അത് നല്ലതാണെന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് അത് പോയി ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ അത് കഴിച്ചു നോക്കിയിട്ട് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെയൊക്കെ തുടങ്ങിയത് മുൻചന്റെ കൂടെ കൂടിയ ശേഷം. ഇപ്പൊ നിങ്ങൾ സെലിബ്രിറ്റീസ് ഒരു കടയിൽ പോയി ഇന്ന് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ പോലെ ആളുകൾക്ക് പോയിട്ട് കഴിക്കാനായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കഴിച്ചിൽ വെച്ചിട്ട് മസ്റ്റ് ആയിട്ടും ഇന്ന സ്ഥലത്ത് പോയി കഴിക്കണം അങ്ങനെ തോന്നുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ? എനിക്കിപ്പോ ഏറ്റവും ഇപ്പൊ ദുബായിൽ എനിക്ക് നാട്ടിൽ അറിയില്ല. ദുബായിൽ ചോദിക്കുകയാണെങ്കിൽ കഞ്ഞിക്കടയിലത്തെ കഞ്ഞി നല്ല ടേസ്റ്റ് ആണ്. തൈര് കഞ്ഞി എന്ന് പറഞ്ഞ് കിട്ടും. അത് നല്ല ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ കുറച്ച് കപ്പ,
പയറ്, അച്ചാറ്, ഉണക്ക മീൻ ഇതൊക്കെ വെച്ചിട്ട് തരും. ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ കക്ക നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതും തരും. അതും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു കംഫർട്ട് ഫുഡാണ്. ഇപ്പൊ പനിയൊക്കെ വന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ പറയും എന്നൊന്ന് കഞ്ഞിക്കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇത് കഴിച്ചിട്ട് വരും. ഭയങ്കര ടേസ്റ്റാണ്. വയറും നിറയും, ആരോഗ്യം നന്നാണ്, എല്ലാം നല്ലതാണ്. കഞ്ഞി കിട്ടിയെങ്കിൽ കുടിക്കാൻ കഞ്ഞി കുടിക്കാൻ തോന്നില്ലേ? അത് രസമായിട്ട് പറയുകയും ചെയ്തു. ഓക്കെ, അടുത്ത ഫോട്ടോ. ഇതെനിക്ക് ഞങ്ങൾ ജോർജിയ പോയപ്പോൾ എടുത്ത ട്രിപ്പാണ്. ജോർജിയയിൽ ഞങ്ങൾ പോയിരുന്നു. ഞാൻ, മുൻചേട്ടൻ, ഞങ്ങളുടെ ഫ്രണ്ട് മായ, ജോൺ, ഷാരി, ശിവൻ, ഞങ്ങൾ ഇത്രയും പേര് കൂടിയിട്ട് ഒരുമിച്ചൊരു ഫാമിലി ട്രിപ്പായിട്ട് പോയി. അപ്പൊ അവിടെ വെച്ചിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് സ്വിങ്ങിൽ വെച്ചിട്ട്. എല്ലാത്തിനും ഇപ്പൊ വീഡിയോസിൽ ആൾക്ക് താല്പര്യമില്ലെങ്കിൽ വീഡിയോസ് കോണ്ടിലൊക്കെ ആള് കൂടും. അപ്പൊ ഇതെങ്ങനെയാ എന്തെങ്കിലും ഓഫർ ചെയ്ത്? അയ്യോ, ഓഫറിന്റെ ബഹളാണ്. ബാർഗിൻ ചെയ്യും ഭയങ്കരമായിട്ട് വന്നിട്ട്. എനിക്ക് അത് വാങ്ങിച്ചു തരണം, എനിക്ക് ഇത് വാങ്ങിച്ചു തരണം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അവസാനം വഴങ്ങി കൊടുക്കും. നമ്മൾ ഇത്രയും തുടങ്ങും, നമ്മൾ കൊണ്ടുവന്ന് ഇത്രയ്ക്ക് എത്തിക്കും. എന്നിട്ടാണ് അവസാനം വീഡിയോ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന വീഡിയോ വാങ്ങി കൊടുക്കാറുണ്ടോ? പിന്നെ അല്ലാണ്ട് അവള് പറയും ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് പൈസ വേണ്ടേ, അപ്പൊ അത് ന്യായമാണ്. അവള് ചെയ്യുന്ന ജോലിക്ക് പൈസ കൊടുക്കണം, അത് ന്യായമാണ്. അപ്പൊ അതിന് വേണ്ട എന്താ ഇഷ്ടമുള്ളത്, ചിലപ്പോൾ ബ്രേസ്ലെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റിംഗ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറയാം.